നിത്യജീവൻ നൽകും ദിവ്യപൂജ്യമേ, നിത്യമാം ദിവ്യകാരുണ്യമേ, നിത്യജീവൻ നൽകും ദിവ്യപൂജ്യമേ, നിത്യമാം ദിവ്യകാരുണ്യമേ. ഓരോ ദിനവും ഉള്ളിൻ്റെയുള്ളിൽ തിരുവോസ്തിരൂപനായി നീ അണയും. ഓരോ നിമിഷവും വീഴാതെ എന്നെ ഉള്ളം കൈകളിൽ താങ്ങിടുന്നു. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരണേ. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരണേ. നാഥ, നീ എൻ്റെയുള്ളിൽ വാസമാകാൻ യോഗ്യത എന്നിൽ ഇല്ല നാഥ, നീ എൻ്റെയുള്ളിൽ വാസമാകാൻ. എന്നാലും നിൻ സ്നേഹമോർത്തിടുമ്പോൾ നന്ദിയായി എന്തു ഞാൻ നൽകിടേണം. എന്നാലും നിൻ സ്നേഹമോർത്തിടുമ്പോൾ നന്ദിയായി എന്തു ഞാൻ നൽകിടേണം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരണേ. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരണേ. നിത്യജീവൻ നൽകും ദിവ്യപൂജ്യമേ, നിത്യമാം ദിവ്യകാരുണ്യമേ, നിത്യജീവൻ നൽകും ദിവ്യപൂജ്യമേ, നിത്യമാം ദിവ്യകാരുണ്യമേ. ആഘോഷമായിട്ട് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധിയോടുകൂടി അവർ ആയിരിക്കുകയാണ്. കർത്താവെന്നും നമ്മളോട് കൂടിയായിരിക്കുവാനും ഈശോയിൽ നിന്നും ആശ്രയം വെച്ച് ജീവിക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രതിസന്ധികളിലും സന്തോഷത്തിലും ദുഃഖത്തിലും കർത്താവിനെ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവസരമാണ് ഈശോയെ സ്വീകരിക്കുന്നതിലൂടെ ഓരോ വ്യക്തിക്ക് ലഭിക്കുക. ഈ കുഞ്ഞുങ്ങളെ ഈശോയെ ആഘോഷമായി സ്വീകരിച്ച ശേഷം എല്ലാ വിശുദ്ധ ബലികളിലും അവർ കർത്താവിനെ സ്വീകരിക്കുകയും തങ്ങളുടെ ജീവിതത്തിലെ ഉടനീളമുള്ള എല്ലാ പ്രതിസന്ധികളെയും കർത്താവിനോടുകൂടി തരണം ചെയ്യുവാനും ജീവിതത്തിൽ കർത്താവിനോടുകൂടി ആയതുകൊണ്ട് വിജയം ലഭിക്കുവാനുള്ള ശക്തി ഇവർക്ക് ലഭിക്കുകയാണ്. ഹൃദയമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഇവിടെ ഈ ആദ്യകുർബാന സ്വീകരണം നടത്തി തരുവാനായിട്ട് നമ്മുടെ രണ്ട് അച്ഛന്മാർ വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഈ കൊല്ലം നമ്മുടെ യുവതയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിച്ച രണ്ട് അച്ഛന്മാരാണ്. മാത്യു മണപ്പാടച്ചൻ, അടുത്ത് നിൽക്കുന്ന മാത്യു മണപ്പാടച്ചൻ അച്ഛൻ എടൂര്, തലശ്ശേരി രൂപതയുടെ എടൂര് ഇടവകയാണ്. നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി പഠിക്കുകയും ഇവിടെ നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി വൈദികനാകുകയും ചെയ്തതാണ്. ജിൻസ് വലിയ പറമ്പിൽ അച്ഛന് പട്ടിയാല ഇടവക അംഗമാണ്. ഇവർ രണ്ടുപേരെയും പ്രത്യേകമായിട്ട് എല്ലാവരുടെ പേരും സ്നേഹത്തിലെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷം പട്ടം സ്വീകരിച്ച് അടുത്ത 6-ാം തീയതി ഇവർ ഇടവകയുടെ ചാർജ് എടുക്കുകയാണ്. ഇവിടെ കുറച്ച് ഫ്രീ ടൈമാണ്. ഇന്ന് നമുക്ക് വേണ്ടി ആ സമയം ഈ ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ വരികയും നമ്മളോടൊത്ത് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന ഈ കുഞ്ഞുങ്ങളെ ആദ്യ സ്വീകരണം നടത്തി കൊടുക്കുകയും നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട്
വിളിച്ച് പ്രാർത്ഥിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്യും. ഇവർ രണ്ടുപേരെയും എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ദൈവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും കുഞ്ഞുമിത്രം എല്ലാവരും ദൈവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ബുദ്ധിയോടുകൂടി ഈ തിരുക്കർമ്മ പങ്കുകൊള്ളാം. അപ്പോൾ തിരികത്തിക്കുന്ന കർമ്മമാണ്. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ ഈ കുഞ്ഞുങ്ങൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെത്തിച്ച് സ്വീകരിച്ച് സ്വന്തമാക്കുകയാണ്. ഈ രണ്ട് ഫാനുകൾ ക്രിസ്തുവിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയട്ടെ. ഒരു വെളുത്തിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, ഒരു വെളുത്തിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ വിശ്വാസനാളങ്ങൾ നമ്മളെല്ലാം നാഥന്റെ ദീപങ്ങൾ നമ്മളെല്ലാം ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ ദീപം കൊളുത്തിയാൽ പീഠത്തിൽ വയ്ക്കണം, എങ്ങും പ്രകാശം പകർന്നു നൽകാം. മലമേൽ പണി ചെയ്ത് വീടാണു നമ്മൾ മലയാള സത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായി നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്കാ തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദീസായി നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായി ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ട് എന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ടും ദൈവം ഇതാ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുവേ. ഈശോ എന്നും നിങ്ങളിൽ ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കുവേ. മാതാപിതാക്കളുടെ സമർപ്പണമാണ്. മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ
ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. ഇവർ അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കാനുള്ള ചുമതലാബോധം ഇവരിൽ ആരംഭിക്കുന്നു. ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയുമായി തീരുവാൻ ഇവരെ ഞങ്ങൾ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ ബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുത്. ഇവർ അങ്ങയെ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തത്തിൽ വളരുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും ചിത്തം നിറവേറണമേ. ആവശ്യകമാ ആഹാരം ഞങ്ങൾ
ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, ജീവനുള്ള അപ്പം നീയാകുന്നു. നിന്റെ ശരീരരക്തങ്ങൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിന്റെ ശരീരരക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നതിന് അടഞ്ഞിരിക്കുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. നിന്റെ ജീവൻ പ്രദാനം ചെയ്യുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവ്വം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാകുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിന്നിൻ പുകഴെന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സമാധാനം നമ്മോട് കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രഹാം എല്ലാറ്റിന്റെയും ദശാംശം അവന് കൊടുത്തു. ദൈവമായ കർത്താവിന്റെ സ്തുതി.
മഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികളിൽ. കരവിരുന്നല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികളിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികളിൽ. പോലെ ഇപ്പോഴും എപ്പോഴും ഇവയ്ക്കും ആവേ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. സഹോദരനെ, പൗലോസ്ലീഹ കൊരിന്ഥോസിന്റെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 11 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കട്ടെ. മിശിഹ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരിമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുൾ ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാപനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6:47 മുതലുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പം ഭക്ഷിക്കാൻ അവരെന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ വികാരി അച്ഛ, സെബാസ്റ്റ്യൻ അച്ഛ, മാത്യു അച്ഛ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ഈശോയെ ആഘോഷമായി സ്വീകരിക്കുവാനായി ഒരുങ്ങി വന്നിരിക്കുന്ന മാതാ കുഞ്ഞുങ്ങളെ, ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഇന്ന് വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. ഒരു സ്വർഗീയ ആനന്ദം ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം മാലാഖമാരെ പോലെ അണിഞ്ഞൊരുങ്ങി വെള്ളവസ്ത്രവും കിരീടവും ഒക്കെ അണിഞ്ഞ് 10 കുട്ടികൾ ഇന്ന് ദേവാലയത്തിലെ ഈശോയെ ആഘോഷമായി സ്വീകരിക്കാനായിട്ട് കടന്നു വരികയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഞാനും ആദ്യ കുർബാന സ്വീകരിച്ച അവസരങ്ങളൊക്കെ ഓർത്തു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഓർത്തു വെക്കുന്നതും വളരെ സന്തോഷം നിറഞ്ഞതുമായ ഒരു ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണോ ഇന്ന് ഈശോയെ ആദ്യമായിട്ട് സ്വീകരിക്കാനായിട്ട്? എല്ലാവർക്കും സന്തോഷത്തിന്റെ ദിവസമാണല്ലേ. ഒരിക്കല് ജോസഫ് സാർദോ എന്ന് വിളിക്കപ്പെട്ടിരുന്ന 10ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ കുർബാനയുടെ വലിയ ഭക്തനാണ്. അദ്ദേഹം മാർപ്പാപ്പയായ ശേഷം അദ്ദേഹത്തോട് ഈ പത്രക്കാരൊക്കെ വന്നിട്ട് ചോദിച്ചു, മാർപ്പാപ്പെ, അങ്ങയുടെ ജീവിതത്തില് ഏറ്റവും സന്തോഷവും അഭിമാനത്തിന്റെയും ദിവസം ഏതാണ്? അവര് വിചാരിച്ചു മാർപ്പാപ്പയായ ദിവസം എന്ന് പറയുമായിരിക്കും. എന്നാൽ ആ മാർപ്പാപ്പ പറഞ്ഞത് അതൊന്നുമല്ല, ആദ്യമായി ഈശോയെ സ്വീകരിച്ച ദിവസമാണ്, ആദ്യ കുർബാന സ്വീകരിച്ച ദിവസമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞതും മറക്കാൻ പറ്റാത്തതുമായ ദിവസം. നിങ്ങളുടെയൊക്കെ ജീവിതത്തില് അങ്ങനെ തന്നെയായിരിക്കും അനുഭവം. കാരണം ഇന്ന് വളരെ ഒരുങ്ങി, നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഒരുങ്ങി കുളിച്ച് വളരെ സുന്ദരിമാരുമായിട്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങളുടെ സന്തോഷം മുഖത്ത് നോക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കാണാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആന്റിമാരും മംഗളുമാരും അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഗിഫ്റ്റ് ഒക്കെ തരികയും വീട്ടിലെ വളരെ ആഘോഷമായി ഭക്ഷണവും അത് നൽകുകയും അങ്ങനെ സന്തോഷത്തിന്റെ ദിവസം. എന്നാൽ
ഈ ബാഹ്യമായ സന്തോഷങ്ങൾക്ക് അപ്പുറം ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് ഇന്ന് മുതൽ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ തുടങ്ങുന്നു എന്നതായിരിക്കണം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത്. നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, എന്തിനാണ് ഇന്ന് ആഘോഷമായ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ കടന്നു വന്നത്? ആദ്യം നമ്മുടെ മാമോദീസായുടെ സമയത്ത് മാമോദീസായും സ്ഥൈര്യലേപനം വിശുദ്ധ കുർബാനയും ഒരുമിച്ച് സ്വീകരിച്ചതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വിശുദ്ധ കുർബാന നൽകിയിരുന്നില്ല. പലപ്പോഴും ചിലപ്പോൾ നിങ്ങളൊക്കെ അമ്മയുടെ കൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ നിങ്ങൾക്കും കിട്ടിയെങ്കിൽ കൊള്ളാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അന്നൊന്നും നിങ്ങൾക്ക് തന്നില്ല. ഇന്ന് നിങ്ങൾക്ക് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നൽകുവാനായിട്ട് ഇവിടെ വികാരിയച്ഛനും സിസ്റ്റേഴ്സും അതുപോലെ തന്നെ മതാധ്യാപകരുമൊക്കെ അവർക്ക് മനസ്സിലായി നിങ്ങൾക്ക് വിശുദ്ധ കുർബാന നൽകുവാൻ തക്ക വിധത്തില് ബോധവും ഉള്ളവരായി തീർന്നു എന്നുള്ളൊരു അറിവ് അവർക്ക് ലഭിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആഘോഷമായ വിശുദ്ധ കുർബാന നൽകുവാനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ചിന്തയുണ്ടാകും, ഈ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തില് എന്തുമാത്രം അനുഗ്രഹങ്ങളും ശക്തിയും തരുന്നുണ്ട്. എന്തിനാണ് ക്രിസ്തു വിശുദ്ധ കുർബാനയായി തീർന്നത് എന്നൊരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകും, എന്തിനാണ് ഈശോയ്ക്ക് മനുഷ്യനായി തീരുകയും അതിനുശേഷം അപ്പമായി തീർന്ന മനുഷ്യരോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി ഈ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ഒരു ബാലന്റെയും സംശയം ഇത് തന്നെയാണ്. അവൻ എത്ര ആലോചിച്ചിട്ടും ഈശോ എന്തിനാണ് മനുഷ്യനായതെന്ന് അതിനുശേഷം അപ്പമായി തീർന്നതിനും ആ ബാലനെ മനസ്സിലാകുന്നില്ല. ഈ ബാലൻ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു ബാലനായിരുന്നു. നിങ്ങളെ പോലെ തന്നെ ഇങ്ങനെ വളരെ സംശയത്തോടു കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ എത്ര ചിന്തിച്ചിട്ടും ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പുറത്ത് വലിയൊരു ബഹളം കേൾക്കുന്നത്, ഒരു പക്ഷികളുടെയൊക്കെ ബഹളം. അപ്പൊ പെട്ടെന്ന് ആ ബാലൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അത് ഒരു പക്ഷി അവിടെ നിലത്ത് വീണ് കിടക്കുകയാണ്. മറ്റു പക്ഷികളൊക്കെ അതിനെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിന് സാധിക്കുന്നില്ല. അങ്ങനെ ഇവൻ മെല്ലെ വാതിൽ തുറന്ന് അതിന്റെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവൻ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്തോറും ആ പക്ഷി അവിടെ നിന്ന് ദൂരെ മാറി പിടച്ച് മാറിപ്പോകും. അപ്പൊ അവൻ ഒരു നിമിഷം ആലോചിച്ചു, ദൈവമേ, എനിക്കും ഈ പക്ഷിയെ പോലെ ആകുവാൻ സാധിച്ചിരുന്നെങ്കിൽ, എനിക്കും ഈ പക്ഷിയെ പോലെ സംസാരിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഇതിനോട് പറഞ്ഞ് മനസ്സിലാക്കുവായിരുന്നു, ഞാൻ നിന്നെ രക്ഷിക്കുവാനാണ്, ഞാൻ നിന്നോട് സ്നേഹബന്ധം സ്ഥാപിക്കാനാണ് വന്നത്. അപ്പോഴാണ് അവന് പെട്ടെന്ന് മനസ്സിലായത്, ഇത് തന്നെയല്ലേ ഈശോ മനുഷ്യനായി തീർന്നതിന്റെയും അപ്പമായി തീർന്നതിന്റെയും പൊരുള്. മനുഷ്യ മക്കളോടുകൂടി എന്നും വസിക്കുവാൻ വേണ്ടി, മനുഷ്യ മക്കളോടുകൂടി എന്നും ആയിരിക്കുവാൻ വേണ്ടി ഈശോ സ്വർഗത്തിന്റെ മഹത്വം ത്യജിച്ച് ഈ ലോകത്തിലേക്ക് വരികയും രക്ഷ വാഗ്ദാനം ചെയ്യുവാൻ പ്രസംഗങ്ങളിലൂടെയും തന്റെ പ്രവൃത്തികളിലൂടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും മനുഷ്യര് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ അവർക്ക് മുമ്പോട്ട് ഈശോയുടെ സാന്നിധ്യം മുമ്പോട്ടും ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈശോ അപ്പമായി തീരുകയാണ്. അങ്ങനെ അപ്പമായി തീർന്നുകൊണ്ട്, സ്വയം ഇല്ലാതായി തീർന്നുകൊണ്ട് നമ്മളോടുകൂടി എന്നും വസിക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ആ ഈശോയെയാണ് നമ്മളോട് കൂടെ എന്നും വസിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈശോയെയാണ് നിങ്ങൾ ഇന്ന് സ്വീകരിക്കാൻ പോകുന്നത്. അപ്പൊ വലിയൊരു സന്തോഷത്തോടും അതിലേറെ വിശുദ്ധിയോടും കൂടെ വേണം ഈ വിശുദ്ധമായ ഈ കുർബാനയെ സമീപിക്കുവാൻ വേണ്ടിയിട്ട്. ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ഈ കുഞ്ഞു മാലാഖമാരുടെ മാതാപിതാക്കളെയും ജ്ഞാനസ്നാന മാതാപിതാക്കളെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മാമോദീസായിലെ ജ്ഞാനസ്നാന മാതാപിതാക്കള് അവർക്ക് വേണ്ടി വിശ്വാസത്തെ ഏറ്റുപറയുകയും അവരെ വിശ്വാസത്തിൽ വളർത്തി ഈ ദേവാലയത്തിലേക്ക് ആനയിക്കുകയും ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല മാതാപിതാക്കള് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ വിവാഹ സമയത്ത് നിങ്ങൾ ചില വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്നേഹത്തിലും സന്തോഷത്തിലും ഒരുമയോടുകൂടി ജീവിച്ചു കൊള്ളാമെന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന മക്കളെ വിശ്വാസത്തിൽ വളർത്തി സന്തോഷത്തോടു കൂടി ജീവിച്ചു കൊള്ളാമെന്നും.
ആ അന്ന് ചെയ്ത വാഗ്ദാനം നിങ്ങൾ ഇതാ ഇവിടെ പൂർത്തിയാക്കി. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തിന്റെ ഫലമായി ദൈവം നൽകിയ ദാനത്തെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുവാനായിട്ട് ഈ ദേവാലയത്തിൽ കൊണ്ടുവരികയും ഇവിടെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം നൽകുകയാണ്. കാരണം മക്കളെ വിശ്വാസത്തിൽ വളർത്തുകയും അവരെ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിങ്ങള് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്ക് ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് ദൈവത്തിനെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കാൻ ഞങ്ങൾ വിട്ടുതരുന്നു. ഇവരുടെ ജീവിതത്തില് ഇനി നീ ശക്തിയും തുണയുമായിരിക്കണമേ എന്ന് നിങ്ങൾ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നവരാണ്. നമ്മുടെ ഈ കൂടിയിരിക്കുന്നവരെ എല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും ഈശോയോട് കൂടെ ആയിരിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ദേവാലയത്തിലായിരിക്കുന്നത്. നമ്മൾ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഇവിടെ ആയിരിക്കുന്ന മുതിർന്നവരായ നമ്മുടെയൊക്കെ ആദ്യ കുർബാന സ്വീകരണം നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. വളരെ സന്തോഷത്തോടും ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടെ ആയിരുന്ന ആ നിമിഷങ്ങളെ ഓർക്കുവാനായിട്ട് നമുക്ക് ഈ ഒരു അവസരമാണ്. അന്നുണ്ടായിരുന്ന ആ തീക്ഷ്ണതയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും കൂടെ തന്നെയാണോ ഇന്നും ഈശോയെ സമീപിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത് എന്ന് ചിന്തിക്കുവാനുള്ളൊരു അവസരം കൂടിയാണ്. അന്നുണ്ടായിരുന്ന തീക്ഷ്ണതയിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കൂടുതൽ സ്നേഹത്തോടും സന്തോഷത്തോടും തീക്ഷ്ണതയോടും കൂടെ അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ പള്ളിയിൽ തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈശോയെ സംക്രാരിയില് സൂക്ഷിച്ചിട്ട് ദേവാലയത്തിലേക്ക് തിരിച്ചു പോകുന്നവരാകാതെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുപോകുന്നവരാകുന്നവരാണ്. ഇത് പറയുമ്പോൾ ഞാനൊരു കഥ ഓർക്കുകയാണ്. ഒരിക്കലും ഒരു ചേട്ടനും ചേച്ചിയും ഈശോയെ അവരുടെ ജീവിതത്തില് വരണം, അവരുടെ ജീവിതത്തിലൊക്കെ ക്ഷണിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അപ്പൊ അവരുടെ തീക്ഷ്ണമായ ആ പ്രാർത്ഥന കേട്ട് ഈശോ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ ആ ചേച്ചി വാതിൽ തുറന്നപ്പോൾ അതാ ഈശോ അവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ ചേച്ചിക്ക് എന്താ ചെയ്യേണ്ടതെന്നായില്ല. പെട്ടെന്ന് ഈശോയെ വിളിച്ച് ഈശോയെ വായിരിക്കുക, എന്താ ചെയ്യേണ്ടത്, ബ്രേക്ക്ഫാസ്റ്റിനോ നന്നായിട്ട് കാര്യമായിട്ട് കൊടുക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. അപ്പൊ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചേച്ചി അടുക്കളയിൽ ഓടി. പെട്ടെന്ന് ഈശോയ്ക്ക് TV ഒക്കെ വെച്ച് കൊടുക്കും, നല്ല ചാനലൊക്കെ ഉണ്ട്. ഈശോ ഇതിൽ കണ്ടുപിടിയിരിക്കുകയും ഞാനിപ്പോ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി തരാന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഓടി ചേട്ടനെ വിളിച്ചു, ചേട്ടാ ഈശോ വന്നിട്ടുണ്ട്, എന്താ ചെയ്യട്ടെ. അപ്പം അവർ രണ്ടുപേരും പെട്ടെന്ന് ആ ചേട്ടൻ ഓഫീസിലോട്ട് വിളിച്ചു, ഇന്നെനിക്ക് ഓഫീസിലോട്ട് വരാൻ പറ്റില്ല, കാരണം ഈശോ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ചേച്ചി ഈ ചെറിയൊരു അയലോകത്തെ വൈകുന്നേരങ്ങളില് ഇങ്ങനെ ചെറിയ സംസാരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടാറുണ്ടായിരുന്നു. അപ്പം അയലോകത്തെ ചേച്ചിമാരോട് വിളിച്ചു പറഞ്ഞു, ഇന്ന് വരാൻ പറ്റത്തില്ല, ഈശോ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം ഈശോയെ അവര് കാര്യമായി അവര് ട്രീറ്റ് ചെയ്തു. അങ്ങനെ വൈകുന്നേരം നല്ല പുതപ്പൊക്കെ കൊടുത്ത് ഉറക്കി നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് വിടാമെന്ന് വിചാരിച്ച് അവർക്ക് ഈശോയ്ക്ക് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കിടന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി കൊടുത്തു. ഈശോ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഈശോ പോകാനായിട്ടുള്ള പ്ലാൻ ഇല്ല, ഈശോ അവരുടെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ അവര് വിചാരിച്ചു അന്ന് കുറച്ച് ഉച്ചയാകുമ്പോൾ തന്നെ പോവായിരിക്കും. അങ്ങനെ ഉച്ചയായി, വൈകുന്നേരമായി, അന്ന ദിവസവും ഈശോ പോകുന്നില്ല. അങ്ങനെ അവർക്ക് അവരുടെ പതിവ് ഓഫീസിലും മാത്രമല്ല ആ ചേട്ടന്റെ വൈകുന്നേരങ്ങളിലൊക്കെ ചെറിയ കമ്പനിയിൽ കൂടാറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുടങ്ങി കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഈശോയെ എങ്ങനെ ഒഴിവാക്കുമെന്ന് ഇങ്ങനെ അവർക്കതൊരു ഈശോയെ ഒഴിവാക്കാനായിട്ടുള്ള പിന്നെ അവർക്ക് ആഗ്രഹമാണ്. അങ്ങനെയാണ് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നവരുടെ ജീവിതത്തില് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈശോയെ മടുത്തു തുടങ്ങി. അങ്ങനെ അവർ വിചാരിച്ചു ഞായറാഴ്ച വികാരിച്ചനെ ഏൽപ്പിച്ചിട്ട് നല്ല നൈസായിട്ട് സ്കൂട്ടാകാന്ന് വിചാരിച്ചു. അങ്ങനെ വികാരിച്ചന്റെ അടുത്തേക്ക് പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം വികാരിച്ചന്റെ അടുത്ത് ഈശോയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് വികാരിച്ച് പറഞ്ഞു, അയ്യോ ഇന്ന് വളരെ തിരക്കുള്ള ദിവസമാണ്, KCMC-യുടെയും മാതൃവേദിയുടെയൊക്കെ മീറ്റിംഗ് ഒക്കെ ഉള്ളതാണ്, ഈശോയെ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞ് ഈശോയെ വീണ്ടും അവരുടെ കൂടെ തന്നെ തിരിച്ചയച്ചു.
അങ്ങനെ ഈശോ വീണ്ടും അവരുടെ തലയിൽ തന്നെയായി. അങ്ങനെ ഇരുന്നപ്പോൾ ഈശോയോട് പോകാനും പറയാൻ പറ്റുന്നില്ല, പക്ഷെ പറഞ്ഞു വിടുകയും വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടനും ചേച്ചി അങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പെട്ടെന്ന് അവർക്കൊരു ബുദ്ധി തോന്നി. അവരുടെ വീട്ടിൽ പുതിയൊരു ഗോദ്രേജിന്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഈശോയെ ആ പെട്ടിയൊക്കെ കാണിച്ച്, ആ പെട്ടിയൊക്കെ നല്ല വലുപ്പമുള്ള പെട്ടിയാണ്, ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ഫാഷനാന്നൊക്കെ പറഞ്ഞ് ആ പെട്ടിയിടത്തേക്ക് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഈശോയെ പെട്ടിക്കകത്താക്കി അവര് അത് ലോക്ക് ചെയ്തു. അതിനുശേഷം ആ പെട്ടിയുടെ അടുത്തൂടെ പോകുമ്പോൾ അവർ മുമ്പിട്ടിട്ട് കടന്നു പോകും. നമ്മുടെ ഈ ദേവാലയത്തിലും അതുപോലെ തന്നെ ഒരു പെട്ടി ഇരിപ്പുണ്ട്. നമ്മള് കടന്നു പോകുമ്പോൾ മുമ്പിട്ടിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു പോകും. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും ഈശോയെ പെട്ടിക്കുള്ളിലാക്കി അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ നൽകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ഈശോയെ സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കരുതി ഈശോയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുവാനും പലപ്പോഴും നമ്മൾ മടി കാണിക്കുന്നവരാണ്. കാരണം ഈശോയോട് കൂടുതലായിട്ട് അടുക്കുമ്പോൾ ചില അസ്വസ്ഥതകള്, നമ്മുടെ സൗകര്യങ്ങള് ഒക്കെ നമുക്ക് മാറ്റിവെക്കേണ്ടതായിട്ടൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഈശോയെ പലപ്പോഴും പെട്ടിക്കുള്ളിൽ നിന്ന് അനുഗ്രഹങ്ങൾ നൽകുന്ന, നമുക്ക് ആവശ്യമായി നൽകുന്ന ഈശോയായിട്ട് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഇന്നത്തെ ദിവസം ഈശോയെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുവാനും അപ്പമായി തീർന്ന ഈശോയെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളാണ് വിശുദ്ധ കുർബാനയും കുമ്പസാരവും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സഹനങ്ങളോ കഷ്ടതകളോ കുറവുകളോ ഉണ്ടാകുമ്പോൾ ദേവാലയത്തിലേക്ക് ഓടി വരുവാനും ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെയൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് കുമ്പസാരിച്ച് ഈശോയെ പൂർണ്ണമായും വിശുദ്ധിയോടുകൂടി സ്വീകരിക്കുവാനുമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനി മുതൽ അവസരം നൽകുകയാണ്. ഈ അവസരത്തില് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈശോയെ ജീവിതത്തിന്റെ സ്വന്തമാക്കി ഈശോയോട് കൂടെ എന്നും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ വസിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന ആശംസയോടെ ദൈവമേ അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ, അങ്ങയുടെ വിശുദ്ധമായ കുർബാന ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ അർപ്പിക്കുവാനും അങ്ങയോട് ചേർന്നിരിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാന യോഗ്യതയോടെ അനുഭവിച്ചവർക്കും അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ സ്വർഗഭാഗ്യം ഇവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലത്തെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് പാംപ്ലാനി മെത്രാപ്പോലത്തെയും ഞങ്ങളുടെ പിതാവും അധ്യക്ഷനുമായ മാർ ലോറൻസ് മെത്രാനെയും അവരുടെ സഹപ്രവർത്തകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലിവിരുദ്ധമായ പരിശുദ്ധ കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും മരണദിനമൊക്കെ അനുഭവിക്കാൻ ഞങ്ങൾ യോഗ്യരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയ
നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓർത്തതിനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ജീവന്റെ അപ്പമായ ലോകത്തിലേക്ക് വന്ന മിശിഹായി, നിന്റെ മക്കൾ അടഞ്ഞിരിക്കുന്ന ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ ദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ. നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അവരുടെ ജീവിതയാത്രയിൽ നീന്തും തുണയായിരിക്കണമേ. സകലത്തിനെയും നാഥ എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അതുപോലാത്മജനം ദിവ്യഗൃഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മായോസേപ്പിനെയും സാഗരമൂർത്തിടാ പാവനമീ ബലിയിൽ. സർവ്വരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിരസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിനോർത്തിടാ. നമ്മുടെ കൂടെ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു. മൃതരെല്ലാരും മഹിതോദ്ധാരത്തെ ശരണം തേടുന്നു.
സന്നിധിയിൽ നയനങ്ങൾ ചൊരിയുമെന്നേക്കും നോവും പ്രാർത്ഥനയും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സർവ്വതീയ സ്നാനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലേക്കും സർവശക്തനും പടാതിരാജനും യോഗലാമുമ്പ് പിതാവിനും പിതാവിനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലേക്കുള്ള സത്യവും പിതാവിനോടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രവൃത്തികളാൽ ചെയ്യപ്പെടുകയും എല്ലാം ശിക്ഷപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തനായി പരിശുദ്ധാത്മാവിന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീവാദനകൊണ്ട് വരികയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിതങ്ങളെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവ് ജീവാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹിതവും സാധുവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ എന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികേയന്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശാല സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിനും വെച്ച് ഈ ലോകത്തിന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശാല കൃപയാൽ ഈ വീട് നമുക്ക് സഹായത്തിനും രക്ഷിക്കും സർവ്വരാജ്യത്തിനും നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധരായിരിക്കുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാനയെ വന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകനാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ വരികയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരബോധം നിന്നയോടെ അനുഷ്ഠിക്കപ്പെടുന്നവരെ സൂക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്മാതിസുമായി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അണുകൾ താഴ്ത്തി വിചാരം സ്വരത്തിലേക്ക് ഉയർത്തി വിശുദ്ധരേഖയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ വൃത്തത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ
അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് ഉദിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും
മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ നിഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ലോറൻസ് മെത്രാനും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രതിനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ജനത്തിന് പ്രത്യേകമായി ഇന്നേ ദിവസം അങ്ങേ ആഘോഷപൂർവ്വം സ്വീകരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവരുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും ജ്ഞാനസ്ഥാന മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭീതിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശുദ്ധരാതിരുപുറം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ നാഥനായി ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ പോലും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിന് എന്റെ പാപങ്ങൾ മായ്ച്ചു
കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വസിമായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിറങ്ങിയ ജീവന്റെ അപ്പമാകുന്നു. നമ്മുടെ കർത്താവിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തി ആദരവോടെ സമീപിക്കാം. നിങ്ങളുടെ വാഗ്ദാന ക്ഷണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് പാപങ്ങളെ പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സഹായത്തിന്റെ നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം.
അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദനനും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാതിരിക്കരുതേ. ദുഷ്കാര്യത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേട്ടപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സർവ്വത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. മനുഷ്യകുലത്തെയും ലോകമുഴുവനെയും ദുഷ്ടനിൽ വിമോചിക്കുന്നവനെ നമുക്കൊന്ന് ചേർന്ന് ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ അവൻ തന്റെ കൃപയാൽ കടങ്ങളുടെ പ്രവൃത്തിക്കായി തന്റെ ശരീരത്തിനുള്ളാകുന്ന സ്വർഗീയ ദാനം നമുക്ക് നൽകി. ഹല്ലേലൂയ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാൻ അവിടുത്തെ രക്തപാനം ചെയ്യാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈശോ
ആഘോഷമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവമായിട്ട് വീട്ടിലേക്കുകയാണ്. ഇന്ന് നിങ്ങളിലേക്ക് കർത്താവിനെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം വിജയിക്കുവാനും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ഒരു ജീവിതം നയിക്കുവാനും നന്നായിട്ട് പഠിച്ച് ഭാവിയിൽ നന്നായിട്ട് നല്ല വിശ്വാസികളായിട്ട് വളർന്നവരെല്ലാം ദൈവാനുഗ്രഹം കർത്താവ് ഈശോ നൽകട്ടെ. ഈശോയെ നമുക്ക് വിളിച്ചാലും മതി, പിന്നെ നമ്മുടെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു വാക്ക് നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയും ആദ്യ കുർബാന സ്വീകരണ ചടങ്ങുകളും എല്ലാം നമുക്ക് നടത്തി തന്ന അച്ഛന്മാരെയും ദൈവമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. മാത്യു മൺപാട്ടച്ഛനെയും ജീൻസ് വലിയവർക്കച്ഛനെയും ഇവര് രാവിലെ പുറപ്പെട്ട് ഇവിടെ എത്തിയതാണ്. അതുപോലെ എല്ലാ ദിവസവും ഇവര് തിരുനാട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബിസിയായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ദിവസം നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ
രണ്ട് അച്ഛന്മാർ 4 പേരാണ് ഈ വർഷം രൂപയ്ക്ക് വേണ്ടി വിശുദ്ധ അതേ പട്ടം സ്വീകരിച്ചത്. 2 പേരും രണ്ടുപേർക്ക് ഒരാണ് സൂര്യോടൊപ്പം വരാൻ സാധിച്ചില്ല. ഇവരെ 2 പേരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്. ഭാവിയിൽ ഇന്ന് ഇവർക്ക് പുതിയ ഇടവക ലഭിക്കും. ലഭിക്കും. ഇവർക്ക് ലഭിക്കുന്ന ഇടവകയിൽ അതുപോലെ ഭാവിയിലെ പൗരോഹിത്യ ജീവിതത്തിലെ എല്ലാവിധ നന്മകളും എല്ലാവരുടെയും പ്രത്യേകമായിട്ട് ആശംസിക്കുക. എല്ലാ വൈദികരായിട്ട് ഒത്തിരിയേറെ സേവനങ്ങൾ ചെയ്യാനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന 2 പേർക്കും എല്ലാവരും സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയും ചെയ്യും. കുട്ടികളെ ഒരുക്കിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ പ്രത്യേകമായിട്ട് വർക്ക് ചെയ്യുന്നവരെ പഠിപ്പിച്ച് ഒരുക്കി ഇന്ന് ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അവരുടെ പരിശ്രമഫലമാണ്. അവരെ പ്രത്യേകമായിട്ട് എല്ലാവരുടെ പേരും നന്ദിയോടെ ഓർക്കുന്നു. ഇവരെ ഒരുക്കിയ മാതാപിതാക്കളെയും മറ്റ് അധ്യാപകരെയും എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. നമുക്ക് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പയറിനെയും അതുപോലെ ഫോട്ടോ എടുത്ത ക്യാമറാമാനും എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ലൈവ് കൊടുക്കാൻ വേണ്ടി എല്ലാ സംവിധാനവും കൃത്യം 10:30 ആയപ്പോൾ ഒരു കേബിൾ കട്ടായി. ഇന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. എല്ലാ ഇലക്ട്രിക്കൽ പോസ്റ്റുകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേഡ് പഠിക്കുകയാണ്. അതുകൊണ്ട് അവർ അത് അയച്ച് മാറ്റി. അപ്പോൾ അതുകൊണ്ട് ലൈവ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരെയും സമ്പന്നമായിട്ട് പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ സമീപിച്ച് ഇവരിൽ പങ്കുള്ള യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവരുടെ ദാതാവ് ദൈവത്തിന് കൃതജ്ഞത സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ എന്നുള്ള ഈ ദാനം, ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗവാദീന ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവരത്തിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ
ദിവസമുയർത്തിയിരിക്കും നിത്യായുസ്സവനേകും ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു. പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യമാം കാലങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും രഹസ്യങ്ങൾ കൈകൊണ്ടവനാം അഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. ബുദ്ധിധരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കാലുകളില്ല. കരുണാപൂർവ്വം ജനങ്ങളെ കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല. ആശ്വാസവചനങ്ങൾ ഉച്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളില്ല. സ്നേഹാസക്തമായ ലോകത്തെ സ്നേഹിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് ഹൃദയമില്ല. പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദുവായ മിശിഹായെ ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണത്തെ കരുണാപൂർവ്വം സ്വീകരിക്കണമേ. ലോകത്തിന്റെ ദീപവും ഭൂമിയുടെ ഉപ്പുമായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്ന് ജീവിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസിനൊപ്പം ഞങ്ങളും ഏറ്റുപറയുന്നു. ദിവ്യനാഥ, അങ്ങ് ഞങ്ങളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവിന് പ്രത്യേകമായ കുട്ടികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ നാഥേ, അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിനും ഭാവിപ്പെട്ട സംരക്ഷണത്തിനും അങ്ങേ കാരുണ്യമുള്ള ഹൃദയത്തിനുമായി എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എൻ്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധ മാധ്യസ്ഥവും യോഗ്യതകളും മൂലം എൻ്റെ എല്ലാ പ്രവൃത്തികളും
വിചാരങ്ങളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രന്റെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എൻ്റെ പ്രത്യാശകളും ആശ്വാസങ്ങളും എൻ്റെ പരീക്ഷകളും ദുരിതങ്ങളും എൻ്റെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ധന്യേ വന്ദേ വന്ദേ